വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമ. പടച്ച റബ്ബേ, എന്താണ് ഈ പാടുന്നതൊക്കെ? ഇത്തരം ഷെറുകളിൽ നിന്ന് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാവട്ടെ, കാത്തു രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്ന് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട ദാസനായി, അടിമയായി ഇവിടുന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്താ ഈ പറയണത്? ഞങ്ങൾ ഇബ്ലീസിനെ പോലും, അതായത് ഈ ഇബ്ലീസിനെ പുറത്താക്കിയല്ലോ, അപ്പോൾ അതിനെ തിരിച്ചെടുപ്പിച്ചിട്ട് മലക്കുകളുടെ നേതാവാക്കാൻ ആർക്ക് കഴിയും? ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് കഴിയുമെന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ? ഖുർആൻ വായിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളതാണ്. പല ഉസ്താദുമാരും ഇതിനെതിരെ സംസാരിക്കുന്നത് വളരെ കളിയാക്കിക്കൊണ്ടാണ്. പിന്നെ നമുക്ക് അത്തരം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കളിയാക്കിക്കൊണ്ടല്ല നമ്മുടേതായ തൗഹീദ് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ. വലിയ അറിവുണ്ടായിട്ടല്ല, പക്ഷെ ഖുർആനികമായി നമ്മൾ ഇതിനെയൊക്കെ നോക്കി കാണുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്നും ഇതിൻ്റെ പ്രതലം നമുക്ക് മറ്റൊരു തരത്തിൽ ഇതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് സ്നേഹിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൻ്റെ രണ്ട് കാര്യങ്ങളും ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. കേൾക്കേണ്ടവർക്ക് കേൾക്കുക, അല്ലാത്തവർക്ക് തട്ടി മാറ്റി പോകാം എന്ന് ആമുഖമായിട്ട് തന്നെ സൂചിപ്പിക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്താണ്? അത് അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്നാണ്. അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ആരിയാത്തിലെ 56-ാമത്തെ ആയത്ത്. നമ്മുടെ ജീവിതത്തിൽ അന്തിമ ലക്ഷ്യം തന്നെ അള്ളാഹുവിനുള്ള ആരാധനയാണ് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കണം. അങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകൾ ഖുർആനിൽ. ഞാൻ അതൊന്നും ഇവിടെ പൂർണ്ണമായി പറയണില്ല. ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താന്ന്, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന്, അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് സ്നേഹം എന്നല്ല പറയാം. ഇത് അള്ളാഹുവിൻ്റെ അധികാര പരിധിയിലേക്ക്, അള്ളാഹുവിലേക്ക് സമന്മാരാക്കുക മാത്രമല്ല, അള്ളാഹുവിനേക്കാൾ വലിയ ആളുകളാക്കി മാറ്റുക. അതിന് സ്നേഹം എന്നല്ല. എന്നാൽ അതിനെ ഖുർആൻ കൃത്യമായി എതിർക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ മുജാഹിദോ സ്വർഗത്തുനിന്ന് പുറത്താക്കേ വാതുക്ക കൊണ്ടേ നിർത്തേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ വായിച്ച ആ ഒരു മനസ്സിലാക്കിയ ഒരു കാര്യത്തെ നമ്മൾ സമൂഹത്തിൽ പറയുമ്പോൾ അത് തുറന്ന് പറയാ എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പറയുന്നു എന്ന് മാത്രം. വിശ്വസിക്കലും അവിശ്വസിക്കലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അതായത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സൃഷ്ടികളെ സ്നേഹിക്കുകയും അവരെ അള്ളാഹുവിന് സമന്മാരാക്കുകയും ചെയ്യുന്നതിനെ ഖുർആൻ ശക്തമായി എതിർക്കുന്നുണ്ട്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബല്ലാഹ്. അള്ളാഹുവിന് പുറമെ അവന് സമന്മാരെ സ്വീകരിക്കുന്ന ചില ആളുകളുണ്ട് കേട്ടോ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. സൂറത്ത് അൽ ബക്കറയിലെ 165-ാമത്തെ ആയത്ത്. ഷിർക്ക് ഏറ്റവും വലിയ ആക്രമണമാണ് എന്ന് ലുക്മാൻ നബി തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിലൂടെ ഷിർക്കിൻ്റെ ഗൗരവം ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക ബില്ലാ എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്ത്. എൻ്റെ കുഞ്ഞുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയൊരു അക്രമം തന്നെയാണ്. സൂറത്ത് ലുക്മാനിലെ 13-ാമത്തെ ആയത്ത്. അള്ളാഹു പൊറുക്കാത്ത പാപം, മറ്റു പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു നൽകുമെങ്കിലും
ഷിർക്കിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഖുർആൻ വ്യാഖ്യാനിക്കുകയാണ്. സൂറത്തു നിസായിലാണ് എന്ന് തോന്നുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തിൽ തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് തീർച്ചയായും അള്ളാഹു പൊറുക്കുകയില്ല, അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് സൂറത്തു നിസായിൽ തന്നെ ആയിരിക്കും. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തു നിസായിലാണ് ആ ആയത്തുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആ നിലക്ക് ഉള്ള അതിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ നമുക്ക് സ്നേഹിക്കണം. പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കണം. അറിവുള്ളവരെയും അല്ലാത്തവരെയും നമ്മളോട് ഒപ്പം ജീവിക്കുന്ന സഹജീവികളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരോട് ആദരവ് പുലർത്തുകയും ഒക്കെ വേണം. പക്ഷേ ഇത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് സമന്മാരാക്കുന്ന അത്തരം കാര്യങ്ങളെ ഖുർആൻ കൃത്യമായി നമുക്ക് ദിശാബോധം നൽകിയിരിക്കുന്നു. അതൊരിക്കലും പൊറുക്കൂല. അതിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ എല്ലാം, അതായത് എല്ലാം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ആളുകൾ തിരിച്ച് റബ്ബിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. വീണ്ടും സൂചിപ്പിക്കുന്നു, ഞാനൊരു സുന്നി ആശയക്കാരനാണ്. ഇനി ഇതിൻ്റെ പേരിൽ മുജാഹിദാക്കിയാലും അല്ലെങ്കിൽ ഇന്ന ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയാലും നിങ്ങൾ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ കിട്ടുന്ന ആ ഒരു സ്വർഗത്തെ മാത്രമാണ്, ആ ഒരു ഔദാര്യം കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് എനിക്ക് സ്വർഗം ലഭ്യമാകുകയുള്ളൂ എന്നുള്ള ഉത്തമ വിശ്വാസം എന്നിലുള്ളിടത്തോളം കാലം അള്ളാഹു നൽകുന്ന ആ ഔദാര്യത്തെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ, തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ അറിവിൽ നിന്ന് പറഞ്ഞതാണ്. ആരെയും ധിക്കരിച്ചിട്ടില്ല, ധിക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും മടങ്ങി വരണമെന്ന് കളിയാക്കാനുമില്ല, പഴി പറയാനുമില്ല, ചീത്ത പറയാനുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കണ്ടത് പറയാലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ലത് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.